മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം ശ്രീകാര്യം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിനികൾ സമരത്തിലേക്ക്. ഹോസ്റ്റൽ ഭക്ഷണത്തിൽ പഴുതാരയെ കണ്ടെത്തിയതിന് പിന്നാലെ സമരവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഹോസ്റ്റലിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന വിദ്യാർത്ഥികൾ. കൂടുതൽ വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ഹോസ്റ്റൽ ഭക്ഷണത്തിലാണ് ഇത്തരത്തിൽ പഴുതാരയെ കണ്ടെത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ കോളേജിൽ അടക്കമുള്ള വിദ്യാർത്ഥികൾ വരുന്ന ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഉള്ള ഹോസ്റ്റലിലാണ് ഇത്തരത്തിൽ ഭക്ഷണത്തിൽ പഴുതാരയെ കണ്ടിരിക്കുന്നത്. ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. ഈ ഒരു പ്രതിഷേധവുമായി തന്നെയാണ് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്ന് രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥിനികൾ വലിയ പ്രതിഷേധം കോളേജിന് മുന്നിൽ നടത്തുന്നു. ഇന്നിപ്പോൾ ക്ലാസ്സിലേക്ക് കയറാതെ കോളേജിന് പുറത്തിരുന്ന് പ്രിൻസിപ്പളിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയാണ് വിദ്യാർത്ഥിനികൾ പ്രതിഷേധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ വിദ്യാർത്ഥിനികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ നിന്ന് ലഭിച്ച ഭക്ഷണത്തിൽ നിന്ന് പഴുതാരയെ കിട്ടിയിരുന്നു. അതേ തുടർന്ന് പല വിദ്യാർത്ഥിനികൾക്കും ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതായി വന്നു എന്നുള്ള കാര്യമാണ്. ആ പരാതികൾ ഹോസ്റ്റൽ വാർഡനെയും അതുപോലെ തന്നെ പിന്നീട് കോളേജിലെ പ്രിൻസിപ്പളിനെയും അടക്കം അത്തരത്തിലുള്ള പരാതികൾ അറിയിച്ചിട്ടും അതിലൊരു നടപടിയും എടുക്കുന്നില്ല. ഒരു പരിശോധനയും നടത്താൻ കോളേജ് അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ള പരാതി വിദ്യാർത്ഥിനികൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ കുടിക്കാൻ ഉൾപ്പെടെ വെള്ളമെടുക്കുന്ന കിണറും അതുപോലെ തന്നെ കോളേജിലെ സെപ്റ്റിക് ടാങ്കും തമ്മിൽ 10 മീറ്റർ പോലും അകലമില്ല എന്നുള്ള കാര്യം ഉന്നയിക്കുന്നുണ്ട്. അതിൽ വലിയ ആശങ്കയിലാണ് വിദ്യാർത്ഥിനികൾ ഉള്ളത്. അതുകൂടാതെ ഹോസ്റ്റൽ കെട്ടിടം അത് വലിയ ശോച്യാവസ്ഥയിലാണ് കഴിയുന്നത്. അതിന്റെ മുകളിലത്തെ കെട്ടിടം ഉൾപ്പെടെ എപ്പോൾ വേണമെങ്കിലും അതിന്റെ പാളികൾ തകർന്നു വീഴാനുള്ള സാഹചര്യത്തിലാണ് കെട്ടിടം നിലനിൽക്കുന്നത്. അതിന്റെ അടക്കം പരാതികൾ പ്രിൻസിപ്പാളിന്റെ അടക്കം വിദ്യാർത്ഥികൾ പല തരത്തിൽ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പരാതികളിൽ മേൽ ഒരു പരിശോധന നടത്താനോ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് അതിലൊരു കൃത്യമായിട്ടുള്ള മറുപടി നൽകാനോ പ്രിൻസിപ്പൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത് ഹെൽത്ത് വകുപ്പിനെ ഇൻസ്പെക്ടറെ ഉൾപ്പെടെ വിളിച്ച് ഈ ഹോസ്റ്റലിലെ ഭക്ഷണം പരിശോധിപ്പിക്കണമെന്നുള്ള ആവശ്യം വിദ്യാർത്ഥിനികൾ ഉന്നയിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ആശുപത്രിയിലൊക്കെ വിദ്യാർത്ഥിനികൾക്ക് പോകേണ്ടതായിട്ട് വന്നു ഈ ഹോസ്റ്റലിലെ ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തണമെന്നുള്ളൊരു ആവശ്യമൊക്കെ വിദ്യാർത്ഥിനികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു നടപടിയും ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ പ്രതിഷേധം വിദ്യാർത്ഥിനികൾക്ക് നടത്തേണ്ടതായിട്ട് വന്നത്. ഹോസ്റ്റലിലെ മുഴുവൻ വിദ്യാർത്ഥിനികളും ചേർന്നുകൊണ്ടാണ് കോളേജിന്റെ അകത്ത് ക്ലാസ്സിൽ കയറാതെ വലിയ പ്രതിഷേധം പ്രിൻസിപ്പലിനെതിരെ അടക്കം ഇപ്പോൾ ഉയർത്തുന്നത്.